ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 വർഷത്തിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക. 8000 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് കേന്ദ്രം അനുവദിച്ച് നൽകിയത്. വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വളരെയധികം ആശ്വാസമായി. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്തു പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. അതുപോലെ തന്നെ 2025 മുതലുള്ള ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചില സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഇത് ബാധിക്കുന്നത് സ്ത്രീ ഗുണഭോക്താക്കളെയാണ്. സ്ത്രീ ഗുണഭോക്താക്കളായ പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം നിങ്ങൾ സമർപ്പിക്കണം. അതായത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷ നൽകാം. നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറിൻ്റെ സാക്ഷ്യപത്രം എന്നിവയുമായി ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തി നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപേക്ഷ നൽകി ഒരാഴ്ചയ്ക്ക് ശേഷം അത് റെഡിയാവുകയും ചെയ്യും. അതിനുശേഷം അതിൻ്റെ പകർപ്പെടുത്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിച്ചാൽ മതി. ഇക്കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ സ്ത്രീ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല. 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും കൃത്യമായി തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തുക മുടങ്ങിപ്പോകുന്നതാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.